ആദ്യം അവിടെ എത്തി ഈ സ്ഥലത്ത് കൂടി നിന്നിരുന്ന ആളുകൾ തന്നെയാണ് ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ രക്ഷാപ്രവർത്തനം നടത്താൻ ഓടിയെത്തിയത്. അവരാണ് അവിടെ നിന്ന് ആദ്യം ഉണ്ടായിരുന്ന 6 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മേപ്പാടി മിംസ് ആശുപത്രിയിലാണ് ഈ 6 പേരും ഉള്ളത്. ശേഷിക്കുന്ന 5 പേരുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നു. അത് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ മണ്ണ് മാറ്റി നോക്കിയാൽ മാത്രമേ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കുടുങ്ങി കിടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ ഇപ്പോഴും നമുക്ക് നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ വിശദമായ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വെല്ലുവിളി കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഒരു മേഖലയാണ്. അവിടേക്ക് ഈ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്ത് മറ്റൊരു വശത്തേക്ക് മാറ്റുമ്പോൾ അതിന് മുകൾ തട്ടിലുള്ള മണ്ണ് ഇളകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ദുഷ്കരമായ ഒരു ദൗത്യത്തിനിടയിൽ വേണം ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്താൻ. അതുകൊണ്ടാണ് അവിടെ ഈ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ നാട്ടുകാർ ചേർന്നുള്ള രക്ഷാപ്രവർത്തനത്തിനപ്പുറം ശാസ്ത്രീയമായ പരിശോധന നടത്തണം. അതായത് മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനം ഉൾപ്പെടെ എത്തിയിട്ടുള്ള പരിശോധന NDRF വൈകാതെ അവിടെ നടത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു, എത്ര പേർ മണ്ണിനടിയിലുണ്ട് എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു വ്യക്തതയിലേക്ക് എത്താനായിട്ടില്ല. നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ 6 പേരെ രക്ഷപ്പെടുത്തി, അത് നിർമ്മാണ തൊഴിലാളികളായ 6 പേരെ രക്ഷപ്പെടുത്തി. ആ സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളെ ആ പ്രദേശത്ത് നിന്ന്, സമീപവാസികളായ ആളുകളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റി. ഈ 6 പേരെ രക്ഷപ്പെടുത്തിയവർ മേപ്പാടിയിലുള്ള മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരിലാരുടെയും നില ഗുരുതരമായി ഇപ്പോൾ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കാര്യമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപകടത്തിന് മുൻപുള്ള ആ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകടത്തിന് തൊട്ട് മുൻപുള്ള പ്രദേശമാണ്, പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇങ്ങനെ കിടന്ന റോഡാണ്, ഇത്തരത്തിൽ ഗതാഗത യോഗ്യമായി, സഞ്ചാര യോഗ്യമായി കിടന്നിരുന്ന റോഡാണ്. അതാണ് മണ്ണ് ഇടിഞ്ഞു വീണ് ഇപ്പോൾ ഈ തരത്തിൽ മാറിയിരിക്കുന്നത്. ആ പ്രദേശത്ത് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള JCBയും മറ്റും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഒരു ബസ് കിടക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടേക്കാണ് മല പോലെയുള്ള മണ്ണ് ഒലിച്ച് വീണത്. കനത്ത മഴയിൽ ആ മണ്ണ് ഒലിച്ച് വീഴുകയും ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത് ഈ പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും വലിയ ദുരന്തം ഒരുപക്ഷെ ആളുകളിലേക്ക് കൂടുതലുണ്ടായിരുന്നെങ്കിൽ, തൊഴിലാളികളും മറ്റും കൂടുതലുണ്ടായിരുന്നുവെങ്കിൽ അത് വലിയൊരു ദുരന്തമായി മാറേണ്ട ഒരു സംഗതി കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വലിയ കാഷ്വാലിറ്റീസിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ള ചില ശുഭസൂചനകൾ കൂടിയുണ്ട്. പക്ഷേ വ്യക്തത വരണം. അതിന് അല്പസമയം കൂടി അതിന് കാത്തിരിക്കേണ്ടി വരും. ആരൊക്കെ ആ ബസ് ചില വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് വിവരമുണ്ട്. വാഹനത്തിനിടയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഈ തൊഴിലാളികൾ ആരെങ്കിലും അല്ലാതെ ഉണ്ടായിരുന്നു? നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു കട നടത്തുന്നുണ്ടായിരുന്നു ഒരു കുടുംബം. ഈ കട നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. കൊച്ചു കുഞ്ഞടക്കം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അത് അത്തരം കാര്യങ്ങളിൽ കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ദൃശ്യങ്ങളിലൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഏതായാലും വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നാട്ടുകാരും ഫയർഫോഴ്സ് സംഘമൊക്കെ ചേർന്ന് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സമീപത്തുണ്ടായ തൊഴിലാളികളെയും മറ്റും രക്ഷപ്പെടുത്തും. ജയരാജ്, പുതിയ വിവരം എന്താണ്? രഞ്ജിത്ത്, ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. കുറെ ആളുകളൊക്കെ രക്ഷപ്പെടുത്തി. എന്തായാലും ഇവിടെ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടെങ്കിൽ പോലും മണ്ണിനടിയിൽ എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ള ഒരു പരിശോധന തന്നെയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും വലിയൊരു ആശങ്ക തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചില പ്രതിഷേധങ്ങളും പറയുന്നുണ്ട് ആളുകൾ. കാരണം ഇത്തരത്തിലൊരു സ്ഥലത്തുള്ള മണ്ണ് ആദ്യം നീക്കേണ്ടതായിരുന്നു. അത് അത്തരത്തിലുള്ള കുറെ അപാകതകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടം പറ്റിയതെന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പല രീതിയിലാണ് പ്രതികരണം. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.